ചെന്നൈയിലെ മാമല്ലപുരത്ത് 64 ദിവസമായി കടലിൽ അകപ്പെട്ടുപോയ മത്സ്യത്തൊഴിലാളിയെ കാശ്മീർ സ്വദേശികൾ രക്ഷപ്പെടുത്തി. ചെന്നൈ കാശ്മീർ സ്വദേശി ലോകു ഉൾപ്പെട്ട 8-അംഗ സംഘം മത്സ്യബന്ധനത്തിന് പോയപ്പോഴാണ് ഉൾക്കടലിൽ മുള കൊണ്ട് നിർമ്മിച്ച വള്ളം ശ്രദ്ധയിൽപ്പെടുന്നത്. സംഘത്തെ കണ്ടതോടെ വള്ളത്തിലുണ്ടായിരുന്ന 37 വയസ്സുകാരനായ ഷങ്മമ്മ എന്നയാൾ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഉടൻ തന്നെ സംഘം ഇയാളെ രക്ഷിക്കുകയും മുള കൊണ്ടുള്ള വള്ളം കെട്ടിവലിച്ച് കരയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. പിന്നാലെ കാശ്മീർ പോലീസിനെയും കോസ്റ്റ് ഗാർഡിനെയും വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ മ്യാൻമർ സ്വദേശിയാണെന്ന് കണ്ടെത്തി. ഒപ്പമുണ്ടായിരുന്നവർക്ക് എന്ത് സംഭവിച്ചെന്ന് ഷങ്മമ്മയ്ക്ക് അറിയില്ല. നിരവധി പേരോട് രക്ഷിക്കണമെന്ന് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും സഹായിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് ഇയാൾ പറയുന്നു. എന്നാൽ ഇയാൾ ശരിക്കും മത്സ്യത്തൊഴിലാളിയാണോ അതോ ബോർഡർ മറികടന്ന് വന്നതാണോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഡിസംബർ 9-ന് ഷങ്മമ്മയുടേതിന് സമാനമായ വള്ളം നാഗപട്ടണത്തെ വൈതാരണ്യം ബീച്ചിന് സമീപം തീരത്തടിഞ്ഞിരുന്നു. അന്ന് അന്വേഷണത്തിൽ അത് മ്യാൻമർ മത്സ്യത്തൊഴിലാളികളുടേതാകാമെന്ന് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല 30 കിലോ മാംസവും വള്ളത്തിൽ നിന്ന് കണ്ടെത്തി. മീൻ പിടിക്കാനാവാം മാംസം കരുതിയിരുന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ശേഷം ഡിസംബർ 12-നും സമാനമായ രീതിയിലെ വള്ളം തിരുവള്ളൂരിലെ കൊരേക്കുപ്പം തീരത്തടിഞ്ഞു. ഇതുകൊണ്ട് ഗ്രാമവാസികൾ അധികൃതരെ വിവരമറിയിച്ചിരുന്നു. നിലവിൽ കാട്ടൂർ പോലീസും ഫിഷറീസ് വകുപ്പും ഇതിൽ അന്വേഷണം തുടരുകയാണ്. അതേസമയം ബാംബു ബോട്ടിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെട്ടത് ഔദ്യോഗിക തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. രക്ഷപ്പെട്ട മ്യാൻമർ സ്വദേശിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ തീരത്തടിഞ്ഞ വള്ളങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് അധികൃതർ കരുതുന്നത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.